ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹോമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും പണ്ട് മുതലേ ഉണ്ടാകുന്ന ഒരു ചായക്കുള്ളൊരു പലഹാരമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങളുണ്ടാക്കിയ പലഹാരമാണിത്. കുഴക്കട്ട എന്ന് പറയും. നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. കുഴക്കട്ട എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അരിപ്പൊടിയാണ് അതിന് വേണ്ടി എടുത്ത് അതിനകത്തേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് ഇളക്കുന്നത്. നല്ല ചൂടുവെള്ളം, അപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം നമ്മൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് തണുക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന തരത്തിലാവും കേട്ടോ. ഒരിച്ചിരി എണ്ണയും കൂടെ കയ്യിലിതാക്കി നമ്മൾ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കയ്യിലൊന്നും പറ്റി പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് അത് കുഴഞ്ഞ് കിട്ടും. അങ്ങനെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാത്രത്തിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്നിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയതിന് ശേഷം ഓരോ ഉരുളേൻ്റെ നടുക്ക് കുഴിയുണ്ടാക്കി അതിനകത്തേക്ക് നമ്മൾ ആ പഞ്ചസാരയും തേങ്ങയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സില്ലേ, ആ മിക്സ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിറച്ച് കൊടുക്കുക. നല്ല ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ആയിരിക്കണം ചേർക്കേണ്ടത്. ഒരുപാട് മധുരം ചേർക്കുന്നവർക്ക് ചേർക്കാം, മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ ആക്കാം. നമ്മളൊരിച്ചിരി മധുരമേ ചേർത്തിട്ടുള്ളൂ. നമുക്കാർക്കും മധുരം അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ചിലവർ തേങ്ങ ചിരവിയതിൻ്റെ കൂടെ നമ്മുടെ വെല്ലമില്ലേ, ശർക്കര, അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ടൈപ്പിലും ആക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ശർക്കരയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുത്ത് അത് ഉണ്ടയാക്കിയിട്ട് അങ്ങ് വെക്കണം. അങ്ങനെ എല്ലാം നമ്മൾ അതുപോലെ ഉണ്ടയാക്കി എടുക്കണം. അപ്പോഴേ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഒപ്പം തന്നെ പിന്നെ നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇഡ്ഡലി അടുപ്പത്ത് വെക്കുന്നു, വെള്ളം തിളപ്പിക്കുന്നു, ആവി കയറുമ്പം കുറേ കുഞ്ഞോട്ടുള്ള സാധനമില്ലേ, ആ സാധനം എടുത്ത് വെക്കുന്നു. അതിനകത്തേക്ക് ഉണ്ടകളെല്ലാം നിരത്തി വെക്കുന്നു, അടച്ച് വെക്കുന്നു. ഒരു 10 മിനിറ്റോളം നമ്മൾ ആവിയേറ്റി എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ചൂടോടെ നല്ല അടിപൊളിയായിട്ടുള്ള കുഴക്കട്ടയും ചായയും നമുക്ക് കുടിക്കാം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഭയങ്കര ഒരു നോസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു പലഹാരമാണ് ഈ കുഴക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം അധികമൊന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ആ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്, ഭയങ്കര ഒരു രുചിയാണ്. നമ്മൾ പണ്ട് കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കുഴക്കട്ടയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നെനിക്കറിയാം. ഇതുണ്ടാക്കാത്ത വീടുകളൊക്കെ വളരെ കുറവായിരിക്കും. എങ്കിലും ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇതാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.